പുള്ളിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു അമ്പലത്തിന്റെ പരിപാടിയിലെ ക്ഷേത്ര കമ്മിറ്റി ഉദ്ഘാടനത്തിൽ തോന്നിട്ടുണ്ടേ ഞാൻ BJP-യുടെ വൈസ് പ്രസിഡന്റ് താരം രാജിവെക്കുന്നു. അപ്പൊ സത്യത്തിൽ പുള്ളി BJP-യുടെ വൈസ് പ്രസിഡന്റ് അല്ല. കാരണം എന്താ പറയാ, പുള്ളിക്കറിയില്ല അതൊരു മാറ്റിയിട്ടുണ്ടായില്ലേ. അതിന്റെ പുള്ളി എന്നെ മാറ്റിയിട്ടാണ് ശ്രീലേഖനെ വെച്ചത് എന്റെ പ്രസിഡന്റിലേക്കാണ്. പിന്നെ പുള്ളി പറഞ്ഞ അപ്പൊ ശരിക്കും പറഞ്ഞാൽ BJP-യുടെ മറ്റേ പുള്ളിയും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് നേതാവായിട്ട്. പുള്ളി പറഞ്ഞ അയ്യോ ഇങ്ങനെ രാജിവെക്കല്, ഇങ്ങനെ രാജിവെക്കരുതായിരുന്നു. CPM-നൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഭീമന്റെ ചെന്നപ്പോ വെറുതെ ആ ചുവന്ന ഇതെടുത്ത് പഠിപ്പിച്ച താഴെ ചെന്ന് പാട്ടും പാടി പാർട്ടീനെ നാണം കൂടി കെടുത്തിട്ട് പോയി. എണീറ്റ് നിന്ന് ഇപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്തത് വല്ല ആവശ്യമുള്ള കാര്യമാണ്. പ്രസംഗിക്കുമ്പോ എണീറ്റ് എനിക്ക് മറ്റേ ഈ പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ റാലിയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഇവരെന്ന് വെച്ചാൽ 3 പേരായിരിക്കും തന്നെ, പക്ഷെ 10 കോടി കൊണ്ടുവരും. കാരണം 10 പേര് സൈഡിലെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞ ഇതുപോലുള്ള. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ DYFI-കാരും മറ്റേ CUT-കാരൊക്കെ വരില്ല, അവരുടെ കയ്യിൽ ഒന്ന് പിടിച്ചേക്കും കൊടുക്കും. അങ്ങനെ അവര് പിടിക്കുമ്പോ പുറത്തേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ CUT-ന്റെ 2 കോടി ഉണ്ടാവുള്ളൂ. മറ്റേ UTUC-യിലൊക്കെ എന്തായിരിക്കും 10 കോടി. അപ്പൊ കംപ്ലീറ്റ് ആളുകൾ അവരുടെ എന്ത് ചെയ്യും. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യും. ഞാൻ ഈ ആലുവയിലേക്കുമ്പോ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കും. അപ്പൊ പ്രസംഗം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുത്തൻ കൈയടിച്ചു. അവിടെ കൈയടി ഒരാൾ മാത്രം കൈയടിച്ചു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ, നമ്മുടെ ആളുകളൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ആ പയ്യനുണ്ടല്ലോ അവനെ വളരെ ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ പുള്ളിയുടെ ചവിട്ടി പറഞ്ഞേ, അവൻ ശ്രദ്ധിച്ചുകൊണ്ടല്ല, സാറിൻ്റെ പ്രസംഗവും കൂടി കഴിഞ്ഞിട്ട് വേണം അവൻ ആ മൈക്ക് സെറ്റ് കൊണ്ടുപോകാൻ. അവൻ അതിന് സാർ, നമ്മുടെ കുമ്മാട്ടിക്കടവിൻ്റെ ആവേശവും അഭിമാനവും അപമാനവും ഒക്കെ ആയിട്ടുള്ള ദേവൻ സാറ് പിന്നെയും പാർട്ടി മാറി, TVK ചേർന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളാണ് എന്നെ സ്വാധീനിച്ചത്, അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട് BJP-യിൽ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ല? TVK-യിൽ സാക്ഷാൽ ഗുരുദേവൻ്റെ ആശയങ്ങൾ കണ്ടതുകൊണ്ടാണോ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്? BJP-യിൽ പുള്ളിക്കത് കാണാൻ പറ്റി, അതെറ്റാ ആശയമല്ല, ആമാശയം കാണാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ BJP-യിൽ പുള്ളി തന്നെ ലാസ്റ്റ് പുറത്തിറങ്ങി പോകുമ്പോൾ പറഞ്ഞേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ കിട്ടിയാൽ 50 ലക്ഷം രൂപ അവർ പാർട്ടിക്ക് വേണ്ടി ചിലവാക്കും, ബാക്കി 4.5 കോടി രൂപ അവരൊക്കെ കൂടി മറ്റേ അവരെല്ലാം കൂടി വീതിച്ചെടുക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്താ വെച്ചാൽ 50 ലക്ഷം ചിലവാക്കുമെന്നുള്ളത്. 50 ലക്ഷം പോലും ചിലവാക്കാൻ സാധ്യതയില്ല. കാരണം അതാണ് കൊടുക്കുന്നുണ്ട്. പിന്നെ സത്യത്തിലേ ഈ ദേവരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വന്നത് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ അതായത് ഞാൻ ചെറുതിലെ എൻ്റെ ഫാദറിൻ്റെ കടയിലിരിക്കുമ്പോൾ ഒരു പുള്ളി, അതായത് പുള്ളി പോലീസിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറിയിട്ട് പുള്ളിക്ക് എറണാകുളത്തേക്ക് ഒരു ട്രാൻസ്ഫറൊക്കെ നമ്മൾ ഇടപെട്ട് മേടിച്ചു കൊടുത്താണ്, ഫാദറൊക്കെ ഇടപെട്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ജോലിക്ക് ഇപ്പോൾ രാവിലെ സന്തോഷമായിട്ട് പുള്ളി പോയി. പുള്ളി വൈകുന്നേരം ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പുള്ളി പറഞ്ഞു, ഒന്നും പറയണ്ട ചേട്ടാ, ഇന്ന് ആകെ നാണം കെട്ട് പ്രശ്നമായി പോയി, ആകെ ഞാൻ നാളെ എങ്ങനെ ചെല്ലുമെന്നാണ് എൻ്റെ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരുടെ ആദ്യം മറ്റേ പുള്ളി ഡ്രൈവറാണ്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് പോയിന്റ് എടുത്തപ്പോൾ അയാൾ കീ എടുത്ത് കൈ കൊടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു കത്തിക്കുത്ത് കിടക്കുന്നത്. മാർക്കറ്റിൽ ഒരാളായിട്ട് കത്തി അവിടെ ഇടിയുണ്ടായി, പ്രശ്നമുണ്ടായി, ഒരു കത്തിക്കുത്ത് കിടന്നിട്ടെന്ന് പറഞ്ഞൊരു ആള് പോലീസ് സ്റ്റേഷൻ വിളിച്ചു വന്നു. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ സാറേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അടി നടന്നുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് വന്നു പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി എടുക്കുന്നു തോന്നി SI വന്നിട്ട്. വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോടെയാണ്. അപ്പോൾ SI വന്ന് വണ്ടി എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എന്ത് ചെയ്ത് പുള്ളി എടുത്ത് ഭയങ്കര സ്പീഡിൽ കത്തിച്ചു വിടരുത്, സ്പീഡിൽ കത്തിച്ചു വിടരുത്. അപ്പോൾ SIക്ക് തിരിഞ്ഞിട്ട് വയ്ക്കുന്നു, നിന്റെ അമ്മക്ക് വായുവിലേക്ക് കഴിക്കുമ്പോഴേതാ നിന്റെ അമ്മക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചത്. അപ്പൊ അമ്മക്ക് അസുഖമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അല്ല പിന്നെ നീ ആർക്ക് വായുവിലേക്ക് മേടിക്കാനാണ് ഈ പോഴക്കോ പോടേന്ന് ചോദിച്ചത്. അപ്പൊ ഇയാൾ അമ്പരുത്, ഇതാ കടയുടെ സൈഡിലൊന്ന് നിർത്തിയെന്ന് പറഞ്ഞു. സൈഡിലൊന്ന് നിർത്തി, ആ കടയുടെ സൈഡിൽ നിർത്തി. വാ എല്ലാവർക്കും ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു. ഇവര് ചായ കുടിക്കാൻ കയറുന്നത്. അപ്പൊ ഈ പുള്ളി അത്ഭുതത്തോട് ഇങ്ങനെ നിക്കണേ. അപ്പൊ കത്തി നടക്കണ എന്താ അടി നടക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ. അപ്പോൾ കത്തിയായിട്ട് എടുത്ത് നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ കയറി ചായ കുടിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി അങ്ങോട്ടൊന്ന് വിളിച്ചു വിളിച്ചവനെന്ന്. അപ്പോൾ പറഞ്ഞ് അവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനമായിരുന്നു. എന്നാൽ വണ്ടി എടുത്ത് മഞ്ഞ് ഇവർ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ ഓട വഴിക്ക് SI പറയണേന്ന്, പോലീസുകാരൊന്നും കയറിയിട്ടല്ലേ ഉണ്ട്, അത്ര ആവേശമായിട്ട് അങ്ങോട്ട് ചെല്ലരുത്, നമ്മളാകെ 5 പേരേ ഉള്ളൂ, അവർ 150 പേരായിട്ടേ ഉണ്ട്.
ചെന്ന് കയറി കൊടുത്തിട്ട് വല്ല കത്തിക്കുത്ത് പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സർവീസ് ചെയ്ത് പോകേണ്ടി വരും, ഇതും ഉണ്ടാവില്ല. അതുകൊണ്ടേ ഈ കേരളമൊക്കെ നന്നാക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നു. അത്രയ്ക്ക് ആഗ്രഹമൊന്നും വേണ്ട. ഒരു മെഴുമ്പോൾ പതുക്കെ ഇങ്ങനെ പോയാൽ മതി എന്നാണ് പുള്ളി പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇയാൾ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പൊന്നിയേട്ടാ ഞാൻ നാണം കെട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ദൂരെയുള്ള ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് മാറിയാലോ എന്ന് പോലും ആലോചിച്ചു. പിന്നെ കഷ്ടപ്പെട്ട ആളും ഇവിടെ എന്ത് ചെയ്ത് മേടിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു പേര് ദേവന്. ദേവൻ ഒറ്റടിക്ക് നന്നാക്കണ ദേവൻ എന്താന്ന് വെച്ചാൽ BJP അങ്ങോട്ട് എന്ത് ചെയ്യാം, കേരളത്തെ അങ്ങോട്ട് നന്നാക്കണമെന്ന പുള്ളി വിചാരിക്കും. കേരളത്തിൽ പുള്ളി ആകെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് 2004 പുള്ളി പോയത് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? പുള്ളി ഓരോ കൊടി ഒറ്റക്ക് പിടിച്ചിട്ട് പ്രസ് ക്ലബിലേക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് പുള്ളി കൊടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടിരുന്ന പത്രസമ്മേളനം. അതായത് വൻ ആവേശത്തിലായി. മനസ്സിലായി? അപ്പൊ അവരൊക്കെ പറഞ്ഞു സാറേ ആ കൊടി നീ മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞല്ല, കൊടി ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിന്നെ പുള്ളി എന്ത് ചെയ്തു, പത്രസമ്മേളനത്തിൽ പുള്ളി ഇങ്ങനെ ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് പുള്ളി ഓരോരോ ചിന്തകൾ തോട്ട് പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യണം അവതരിപ്പിക്കണേ. അത് കഴിഞ്ഞു പിന്നെ കാണുന്നത് എന്താണെന്നറിയാമോ? പുള്ളി 10-20 ബൈക്കും കുറെ മുടിയൊക്കെ നീട്ടി വളർത്തി കുറെ പിള്ളേരുമായിട്ട് ഇരിക്കണേ. എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ഇട്ടേക്കണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പുതിയ ടീം, അതായത് കേരളത്തിലെ പാർട്ടിയെ വളർത്താൻ. അതായത് ഇവര് ബൈക്കിന് പോയി പാർട്ടിയെ വളർത്തും. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഉണ്ടായ ഒരു റിപ്പോർട്ടറോട് ചോദിച്ചു, അവരോടൊന്ന് ചോദിക്കും എത്ര രൂപയാണ് കൊടുക്കണേന്ന് ചോദിക്കുന്നു വീഡിയോ ഒക്കെ. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞെന്ന് കുഴപ്പമില്ല ചേട്ടാ, പേയ്മെന്റ് ഒക്കെ കറക്റ്റാണ്, 1000 രൂപയും പിന്നെ ഭക്ഷണത്തിന് ആവശ്യം കിട്ടും. പാർട്ടി വളർന്നു. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ അമ്പായിരുന്നു. അപ്പൊ പുള്ളിയുടെ പാർട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർത്തണേന്ന പുള്ളി പറഞ്ഞത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിനെ കാണാനില്ലാതായിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ട് എന്തോ അലൈൻമെന്റ് എന്തോ ചെറിയ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് പുള്ളിയുടെ പാർട്ടി കുറച്ച് കഴിഞ്ഞ് പുള്ളിയുടെ പാർട്ടിയുടെ പേരും പുള്ളിക്ക് നഷ്ടപ്പെട്ടു. ഏത് രജിസ്ട്രേഷൻ പുതുക്കാത്തതുകൊണ്ട്. അങ്ങനെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് നവകേരള പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ അന്നേരം കേരള വിട്ട് പിന്നെ നവകേരള പാർട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് കുമ്മനം രാജേട്ടൻ വിളിക്കണേത്, ദേവ ഇങ്ങോട്ട് BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പൊ ദേവന്റെ കമന്റ് വേണ്ട, പാവ മനുഷ്യണ്ട പുള്ളി, മാരാരുടെയൊക്കെ പോലെയല്ല, വെളിവ് മറ്റേ ആക്രാന്തമില്ല പുള്ളിക്ക്. പക്ഷെ പുള്ളിക്കൊരു കേരളത്തെ നന്നാക്കണം, അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ പുള്ളിയുടെ പാർട്ടി വലിയ പാർട്ടിയാണ്. അപ്പൊ കുമ്മനം രാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഏത് പാർട്ടിയിലൊന്നും ഒരു മനുഷ്യനില്ല, പുള്ളിയല്ലാതെ വേറൊരു മനുഷ്യനില്ല, പുള്ളി ഡ്രൈവർ പോലും ഇല്ല പാർട്ടിയിൽ. അപ്പൊ പുള്ളി വേഗം തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ BJPക്ക് വേണ്ടി മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു BJPക്ക് വേണ്ടി ഞാൻ മത്സരിക്കില്ല, ഞാൻ മത്സരിക്കണമെങ്കിൽ കാരണം എനിക്കൊരു പാർട്ടി ഉണ്ട്, അപ്പം എൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുള്ളൂ, അപ്പം അതുകൊണ്ട് അത് നടക്കില്ലെന്ന്. അപ്പം പറഞ്ഞു എങ്കിൽ മെർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ മെർജ് ചെയ്യണ ഒരാളല്ല ഞാൻ. പിന്നെ ഏത് കുമ്മനം രാജേട്ടൻ തന്നെ. അപ്പം ആരും ഇല്ലാതെ നിൽക്കണേ, എവിടെയെങ്കിലും വന്ന് കൂടുന്നു പറഞ്ഞപ്പോൾ ഇല്ല. അപ്പം പറഞ്ഞു ഇല്ല അമിത്ഷാ വന്നു വിളിക്കാൻ. എന്നിട്ട് അമിത്ഷാ വന്ന്. അമിത്ഷാ എനിക്ക് വേണ്ട ഇവിടെ ഇതിനു വേണ്ടി വന്നതായിരിക്കില്ല, ഇതിനു വേണ്ടി വരില്ലല്ലോ, ഒരാവശ്യമില്ലാതെ വെറുതെ വണ്ടി കാശ കൊടുത്ത് വരണ്ടേ. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് പുള്ളി ട്രിവാൻഡ്രത്തെ 5 സ്റ്റാർ ഹോട്ടലുണ്ട് ഹൈസിന്ദിൽ വെച്ച് അമിത്ഷായെ പുള്ളി ദേവൻജി കാണണേ. ദേവൻജി കാണുമ്പോൾ അമിത്ഷാ ഞെട്ടി പുള്ളിയുടെ വർത്താനം കേട്ടു. എന്താണെന്നറിയാം, 2021 നമ്മൾ 2020 ദേവൻ ചേരണത്, 2021 നമ്മൾ അധികാരം പിടിക്കുമെന്ന് പറയും. വാട്ട് ഡു യു സേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവൻ പറഞ്ഞ് നമുക്കങ്ങനെ സൂചിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞ് നോ വി കാണ്ട്, നമുക്കത് പിടിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ അമിത്ഷാ വാസ് റിയലി ഷോക്ക്ഡ്, ഞെട്ടിയെന്ന്. അമിത്ഷാ ഞെട്ടുന്ന പോലെ അഭിനയിച്ചു, അല്ലാതെ അമിത്ഷാ ആയിട്ട് ഞെട്ടു. അവിടെ 2021 ഒരു MLA പോലും ഇല്ല ഒരു സ്ഥലത്ത് പുള്ളി ഇവർ അധികാരം പിടിച്ച് മുഖ്യമന്ത്രിയാവുന്നൊക്കെ വിചാരിക്കുമോ? പുള്ളി ഒന്ന് വെറുതെ മാക്സിമം നമ്മളിപ്പോ സെയിൽസിനൊക്കെ പോണ ആളുകളെടുത്ത് മാക്സിമം പറഞ്ഞ പോലെ പറയണേ. അപ്പൊ ഈ ദേവനൊന്നും മനസ്സിലായുള്ള പാവത്തിനെ, പാവം വിചാരിച്ചു ഞാൻ പറഞ്ഞു. അപ്പൊ അമിത്ഷാ ഞെട്ടി. അപ്പൊ പറഞ്ഞു BJP ഇവിടെയുള്ള സാധാരണക്കാർക്കും ഭയമാണ്, മറ്റേ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഭയമാണ്, ഹിന്ദുക്കൾക്കും ഭയമാണ്. ആ ഭയം ഞാൻ മാറ്റാം എന്ന് പറഞ്ഞു. ഏത് പുള്ളിയോടുള്ള ഭയം തന്നെ ആളുകൾക്ക് മാറ്റാൻ മാറിയിട്ടില്ല ഇതുവരെ, കാരണം വില്ലനായിട്ട് അഭിനയിച്ചു. അതപ്പോ പുള്ളിയോടെ ബാക്കിയുള്ളവരുടെ ഭയം മുഴുവൻ പുള്ളി മാറ്റാന്ന് പറഞ്ഞ. പുള്ളിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ BJPയിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇത് വളരണമെന്നുണ്ടാവും എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പുള്ളിയോടെ ഞാൻ പ്രൊപ്പഗാൻഡയുടെ പ്രചരണത്തിന്റെ മുഴുവൻ ഞാൻ ഹെഡായിട്ട് ഒരാളെ വെക്കാന്ന് പറഞ്ഞു. മാരാരി ചോദിച്ച പോലെ തന്നെ. ഏത് കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പോസ്റ്റില്ല. അപ്പൊ ഇതുപോലെ അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. പോസ്റ്റ് കുഴപ്പമില്ല, പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി പോയിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല.
വന്നിട്ടില്ല. പുള്ളിയുടെ വിചാരം എന്ന് വെച്ചാൽ BJP അങ്ങോട്ട് നന്നാക്കാൻ ഗംഭീരമാക്കാന്നാണ്. അല്ല, ഇതിൽ തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നൊക്കെ പറയുന്നില്ല. ശരിക്കും അങ്ങനത്തെ ഒരു സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു. അല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു, കൊടുത്തിരുന്നു. പക്ഷെ മാറ്റിയത് പുള്ളിനെ അറിയിച്ചിട്ടില്ല. പാവം. പിന്നെ അങ്ങനെ രാജിവെക്കാൻ വരും? മാറ്റിയില്ലേ? മാറ്റി കഴിഞ്ഞല്ലേ ഈ ഈ രാജ്യപ്രഖ്യാപനം? ഇവരുടെയൊക്കെ പരിപാടി എന്ന് വെച്ചാൽ ഒരു താങ്കളിപ്പോ കയറി ചെന്ന് താങ്കളെ വൈസ് പ്രസിഡന്റ് ആക്കും, അല്ല മാറ്റുന്നത് താങ്കളോട് പറയൂല. അതൊന്നും നീ വൈസ് പ്രസിഡന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവൻ തന്നെ കൈകാലിട്ടടിക്കണായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടൊരു മറുപടി ഇല്ല. ഒരു പദവി മറ്റേ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ മാമച്ചൻ പറയൂലേ, മറ്റേ ഇതില് വെള്ളിമുങ്കല് പറയണ പോലെ പദവികളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ വെറുതെ ഒരു പദവി. അപ്പൊ പുള്ളിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ശരിക്കും വെച്ചാൽ BJP വളരണം, പന്തലിക്കണം, ഇവിടെ അധികാരം പിടിക്കണമെന്നൊക്കെ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി എന്ത് കാര്യം ഇരിക്കണ്. അവിടെ നിന്ന് കുറച്ച് ചില്ലറ കിട്ടും, അത് അടിച്ചു മാറ്റുക. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഇസവും ഒരു ഐഡിയോളജിയും ഒന്നും ഇവർക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ധാരണ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം എടുക്കാത്ത ഒരാളും കൂടി നമ്മളൊപ്പം വരുന്നു. അങ്ങനെയൊന്നുമല്ലേ, ദൈവമേ കഷ്ടം, ഇവനും കൂടി പങ്കു കൊടുക്കണമല്ല എന്നുള്ളതാണ് അവരെന്ത് ചെയ്യണത്. വിചാരിച്ച് ദേവനൊന്നും ഒരു കാര്യവും കൂടെ ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടില്ല, ഒരു കാര്യവും എന്ത് ചെയ്തിട്ടില്ല. എന്റെ പുള്ളി പലതവണ ഇവർക്ക് കത്തെഴുതിയത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ചെയ്യട്ടെ സാർ. അല്ല, സത്യം പറഞ്ഞപ്പോ തനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ള അത് ഞാൻ മനസ്സാവരിച്ചു, ഞാൻ ഇറങ്ങിപ്പോന്നു. അല്ല, എന്നിട്ട് പുള്ളി പറയാം കോർ കമ്മിറ്റി മീറ്റിങ്ങുകൾക്ക് പോലും പുള്ളിയിൽ വിളിക്കാറുണ്ട്. അത് ആലോചിച്ച് വൈസ് പ്രസിഡന്റ് കോർ കമ്മിറ്റി മീറ്റിംഗ്. കാരണം എന്താ പുള്ളി വന്നിരുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ നന്നാക്കുന്നതിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും മലവറിക്കുന്നതിനെ കുറിച്ച് ചർച്ചയാണ്. ഞങ്ങൾക്ക് കൂടെ നന്നാക്കണമെന്നില്ലേ. ഇവിടെ അവിടെ നിന്ന് കുറച്ച് ചില്ലറ കിട്ടും, ആ ചില്ലറ കിട്ടിയിട്ട് അത് പങ്കിട്ടെടുക്കാൻ നിൽക്കണവനെ സംബന്ധിച്ച് ഇത് വലുതാക്കി എന്ത് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മറ്റേ ഒരു MLA ഉണ്ടാകാൻ പാടില്ല, അത് ഞാൻ മാത്രം ജയിച്ചാൽ മന്ത്രിയാവും, മനസ്സിലായി. അല്ലെങ്കിൽ വേറെ ആളുകളൊക്കെ ജയിച്ച തലവേദന പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജയവനൊന്നും യാതൊരുവിധ ധാരണയും രാഷ്ട്രീയത്തെ കുറിച്ച് വന്നിട്ടില്ല. ശരിക്കും ആശയപരമായ ചുവട് മാറ്റം എന്നാണ് അദ്ദേഹത്തിന് പറയണത്. എനിക്കിപ്പോ സംശയം തോന്നുന്നത് ആശയപരമാണോ ആശാപരമായ? അല്ല, പുള്ളിക്ക് ആമാശയപരമല്ല കേട്ടോ, പുള്ളിക്ക് ആശയപരമല്ല, ആശാപരമാണെന്ന് എനിക്ക് പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഓരോ ശരിക്കും പറഞ്ഞ ഒരു മതിഭ്രമത്തിന് ഒരു തോന്നലുകളുടെ പുറത്ത് പുള്ളിക്ക് നടക്കണം. അതായത് രാഷ്ട്രീയത്തിൽ കയറണം, ജനങ്ങളെ സേവിക്കണം, ജനങ്ങളെ നന്നാക്കണം, ജനങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് എന്നൊക്കെയുള്ള കണ്ടീഷനിൽ കിടക്കണം. ഇത് 15 മിനിറ്റ് അരമണിക്കൂർ സംസാരിച്ചപ്പോൾ മനസ്സിലായി എന്തെന്ന്. ഒരു കാര്യം നടക്കൂലെന്ന് പുള്ളിക്ക് മനസ്സിലായി. പാവം പുള്ളി ആ കലിങ്കയിലും ഇവിടെയൊക്കെ ചെന്നിരുന്ന് പുള്ളിക്ക് എന്നിട്ട് ഈ ഇവിടെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂർ ഒരു സ്ഥലത്ത് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതും കൊടുത്തില്ല. കാരണം വെച്ചാൽ ഇടിപിടിച്ച് സീറ്റ് മേടിക്കുകയും ആ കാശ് മേടിക്കുകയും അത് മുട്ടടിക്കുകയും ചെയ്യുന്നവനല്ലേ ഇവിടെ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പുള്ളിക്ക് യാതൊരു ധാരണയില്ല. പാവമാണ് മനുഷ്യൻ, പാവമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യണ പണിയാണ് ഐശ്വര്യ. ഒറ്റക്കൊരു കൊടിയും പിടിച്ചേ, ആ കൊടി പിടിക്കാൻ പോലും മനുഷ്യയില്ലെന്ന് ആലോചിക്കും. ഈ കൊടി എവിടെ വെക്കുമെന്ന് വെച്ചാൽ ചാരാനുള്ളത് എന്ത് ചെയ്യുന്നറിയാം. നേരത്തെ താങ്കൾക്കറിയാത്തൊരു വഴിയുണ്ട്, ഈ SUCA അതുപോലുള്ള പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, 3 പേരായിരിക്കും വന്നെ, പക്ഷെ 10 കോടിയായിട്ട് വരും. മറ്റേ ഈ പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ റാലിയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഇവരെന്ന് വെച്ചാൽ 3 പേരായിരിക്കും വന്നെ, പക്ഷെ 10 കോടി കൊണ്ടുവരും. കാരണം 10 പേര് ഇല്ല പാർട്ടിയിൽ. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ DYFIക്കാരും മറ്റേ CUTക്കാരൊക്കെ വരില്ല, അവരുടെ കയ്യിലൊന്ന് പിടിച്ചേക്കും കൊടുക്കും. അങ്ങനെ അവര് പിടിക്കുമ്പോ പുറത്തേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ CUTന്റെ 2 കോടി ഉണ്ടാവുള്ളൂ. മറ്റേ UTUCയിലൊക്കെ എന്തായിരിക്കും 10 കോടി. അപ്പൊ കംപ്ലീറ്റ് ആളുകൾ അവരുടെ എന്ത് ചെയ്യും, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യും. ഇതുപോലെയുള്ള തന്ത്രവും കുതന്ത്രവും കാര്യങ്ങളൊക്കെ താങ്കൾക്കൊക്കെ ഓർമ്മയിട്ടതല്ലേ. സന്ദേശം സിനിമ കാണിക്കുന്നുണ്ട്. അതായത് മറ്റേ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ബാക്കിലും തള്ളല്. കാരണം അവനെ എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ കൊണ്ട് തന്നെ. അപ്പൊ ഇതുപോലെ ഫോട്ടോ ഇത് ഒരാളെ ഫ്രെയിമിൽ നിന്ന് ഔട്ടാക്കണം, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനവും രാഷ്ട്രീയ പാർട്ടിയുമാണ് എന്നുള്ള ബോധത്തിലേക്കൊന്നും ഈ പ്രായത്തിലും പാവം ദേവൻജി വന്നിട്ടില്ല. ദേവൻജിക്ക് നാട് നന്നാക്കണം. സാമാന്യം നല്ലൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം, നല്ലതാണ്. പക്ഷെ ഗുരുദേവനെ പോലെ അവൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഐശ്വര്യക്ക് തോന്നണേണ്. ഐശ്വര്യ വിചാരിച്ചാൽ ഈ നാട് എന്നാവുന്ന പറഞ്ഞാൽ ഐശ്വര്യക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിനകത്ത്. കാരണം ഐശ്വര്യ മാത്രം വിചാരിച്ചാൽ ഈ നാട് എന്താവുമെന്ന് വിചാരിക്കും. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ ഒരു സംഭവത്തിലായിരിക്കും അദ്ദേഹം പോണം. നാട് നന്നാവണോ, ഞാൻ നന്നാക്കണം, ഞാൻ നന്നാക്കണോ, ഞാൻ നന്നാവണം. അദ്ദേഹം നന്നായി, അദ്ദേഹം നന്നാക്കാൻ ഇറങ്ങുകയാണ്. കുഞ്ഞുണ്ണി മാഷിനൊക്കെ മറ്റേ പേനയും മഷിയും വെച്ച് എന്തെങ്കിലും എഴുതി വെച്ചിട്ടൊക്കെ പോയാൽ മതി. മറ്റേ മമ്മൂട്ടി പറഞ്ഞ പോലെ പേരെടുത്തവനങ്ങ് ഇട്ടാൽ മതി, പിന്നെ വിളിക്കുന്നവന് ബുദ്ധിമുട്ട് ആരറിയാണ്ട്. കാരണം ഓരോരുത്തരോട് പേര് വെക്കുമ്പോ സുന്ദരൻ എന്താണെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അത് പറയണ പോലെ വെറുതെ സുന്ദരാന്നൊക്കെ എന്ത് പണിയാണ് എന്ത് ചെയ്യുന്നത്.
അപ്പൊ അതേപോലെ ഇതൊക്കെ എഴുതി വെച്ചിട്ട് പോയാൽ മതി. പാവം ദിയാവിന് ഇതൊക്കെ വായിച്ച് പുള്ളിക്ക് ഭയങ്കര ഐഡിയകളാണ്. പിന്നെ സിനിമയിലൊരു കുഴപ്പമുണ്ടേ, സിനിമയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ തള്ളി അങ്ങ് മറിച്ചു കൊടുക്കും. എല്ലാം ഒരു സിനിമയിൽ ഒരു പ്രമുഖനായ നടൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് ഒരാളൊരു മണ്ടത്തരം പറയുമ്പോൾ പുള്ളി തിരുത്താൻ പോയിരുന്നു. അപ്പോൾ തിരുത്താൻ പോയപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടി പുള്ളിയാണ് നീ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുന്നു. ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഒരു വിഡ്ഡീനെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ. അത് ചെല്ലും ചെലവും കൊടുത്ത് ഞങ്ങൾ വളർത്തുകയാണ് മണ്ടന്മാരാ. അല്ലാതെ നീ ഒരാളെ കിട്ടാൻ തന്നെ എന്ത് പണിയാണ്. അതിനിടെ കൂടി നീ അതിന് പാര വെക്കാൻ വേണ്ടി നോക്കണാണ്. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കരുത്. നിന്നെ ഈ സിനിമയിൽ തന്നെ കെട്ടിയോന്ന് പറഞ്ഞു. ആ അപ്പൊ അതേപോലെ ഇവരെന്ത് ചെയ്യും, ഇവര് ഭയങ്കരമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കരുത്. കാരണം ഒന്നാമത്തെ സെറ്റിൽ ഇപ്പൊ ഇത് കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് വന്ന് രാത്രി 11 മണിക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വേറെ പോകാനും പറ്റൂല, പുറത്തു പോയി കറങ്ങിയിട്ട് വരാന്നൊക്കെ പറയാം. അപ്പൊ ആരെങ്കിലും എന്റർടൈനർ വേണം. അപ്പൊ അതുകൊണ്ട് ദേവനോടൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ ഫ്യൂച്ചർ ഉണ്ട്, മറ്റേ തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് വിട്ടേക്കണേ. പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണ് ഇപ്പോഴും പുള്ളി ഇതേ പ്രതീക്ഷയില്ല. എന്താണെന്നറിയാമോ, പോയിട്ട് ഇവിടെ ചെന്ന് പുള്ളി മുഖ്യമന്ത്രിയാകുന്ന കണ്ടിട്ട പാവം കിടന്നുറങ്ങണം. ആര് മുഖ്യമന്ത്രി ആകുമ്പോൾ കൂടുതലുള്ള ആരാന്നറിയാമോ, അതായത് രാജേഷ് തോന്നക്കലും പിന്നെ നമ്മുടെ പ്രിയങ്ക, ഏത് നമ്മുടെ നടി പ്രിയങ്ക. എന്തിനാ പാവത്തിനെ കൊണ്ട് കുഴിച്ചടിക്കണെന്ന് മാത്രം എനിക്ക് അറിയില്ല. പുള്ളിയോട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ പൊന്ന് ദേവൻജി, താങ്കൾക്ക് ആരെങ്കിലും വീഡിയോ അയച്ചു തന്നാൽ താങ്കൾ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ കുഴപ്പമില്ലാത്ത കാശ് കിട്ടും. അതിപ്പോൾ ഇവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പം ഇവിടെയൊക്കെ വലിയ വില്ലന്മാരുടെ സിനിമയൊന്നുമില്ല. പക്ഷെ താങ്കൾ ഇവിടെ നിന്ന് വിട്ടിട്ട് തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ഒക്കെ നോക്കിയാൽ ഏതെങ്കിലും ചെറിയ പടങ്ങളിൽ പോലും ചാൻസ് കിട്ടും. ഏറ്റവും ചെറിയ പടത്തിൽ അഭിനയിച്ചാൽ പോലും 20 ലക്ഷം 30 ലക്ഷം കിട്ടുമേ. ഞാൻ പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു. അപ്പം അങ്ങനെ കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യാം, വലിയ പണമല്ലേ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പം അത് മേടിച്ച് പുട്ടടിച്ച് സന്തോഷമായിട്ട് അവിടെ എവിടെയെങ്കിലും ജീവിക്കേണ്ടതിന് പകരം ഈ ഇവരതൊക്കെ പറയാനായിട്ട് ഇവരൊന്നും ഡീൽ ചെയ്യാൻ നിസ്സാരം എടുക്ക് പോരാ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോഴും പുള്ളി എന്ത് ചെയ്യാൻ പോകണം, അവന് അവിടെ വിജയ് മുഖ്യമന്ത്രി, വിജയ് എന്തായാലും ഇങ്ങോട്ട് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല, ഇവിടെ പുള്ളി മുഖ്യമന്ത്രി. അതിന് പുള്ളി ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കണ്ടീഷൻസ് കേട്ടാൽ നമ്മൾ ചിരിച്ചു വരിക, അതൊന്നും പറയില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഈ കണ്ടീഷൻസ് എല്ലാവരും അംഗീകരിക്കുക. കാരണം ഇതിൽ എഴുതിയേറ്റോ എഴുതിയൊന്നും തരട്ടല്ലോ, അംഗീകരിച്ചു. എനിക്ക് വളരെ പരിചയമുള്ള ഒരാളോട് പറഞ്ഞു, വട്ടിയൂർക്കാവ് സീറ്റ് നിങ്ങളങ്ങ് എടുത്തു. കോൺഗ്രസിലൊരു നേതാവ് പറഞ്ഞാണ് വട്ടിയൂർക്കാവ് സീറ്റ് നിങ്ങളങ്ങ് എന്ത് ചെയ്തു എടുത്തോ. അപ്പൊ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു വട്ടിയൂർക്കാവ് സീറ്റ് എടുക്കാൻ പറയണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുക്കാം, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വലിയ ഏരിയ ആണ്. അവിടെ കേമൂരിൽ ഇവരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടിയാണ്, മനസ്സിലായ. കോൺഗ്രസിന്റെ ഒരു നേതാവോടെ മത്സരിച്ച് MLA ആയി കഴിഞ്ഞാൽ 3 തവണയൊക്കെ ആയി കഴിഞ്ഞാൽ മറ്റേ ജൂനിയർ കോൺഗ്രസ്സുകാരൊക്കെ വന്ന് അവിടെ പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തണം, ഇതേപോലെ പോണ വഴി എന്തെങ്കിലും പറ്റിയിട്ട് ആ സീറ്റ് ഒഴിവാണെന്ന് പറഞ്ഞു. കാരണം അല്ലാതെ കിട്ടൂല ഇത്. അപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ മറ്റേ കെ മുരളീധരനൊക്കെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് വന്ന് ഞാൻ എടുത്തോ. പിന്നെ ഞാൻ ഇനി സത്യം പറഞ്ഞ ഞാൻ കാര്യം പറയാം, ഞാൻ എന്ന് ചോദിച്ചാലും എന്ത് ചെയ്യും, തരും. ഫ്രീ അല്ല, എടുത്തോ, ചുമ്മാ എടുത്തോണ്ട് വെക്കോ, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു തന്നാൽ മതി. എന്നോടൊരു നേതാവ് പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ അടുത്തവണ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വലിയ ചാർജ് എന്ത് തരും, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ ചാർജ്, എറണാകുളം മധ്യമേഖലയുടെ ചാർജ് എന്ത് ചെയ്യുമെന്ന് കേട്ടപ്പോൾ എൻ്റെ ഓഫീസിലിരിക്കുന്ന പയ്യൻ രോമാഞ്ചകം ചെയ്യും. അവനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് ബഹുമാനം, സാറേ ബാഗ് ഞാൻ പിടിക്കാം, ഇത് ഞാൻ പിടിക്കാം, ഡോറൊക്കെ തുറന്നു തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞ അത് കേട്ടിട്ടാണെന്ന് ചോദിച്ചു. ഒരു കാര്യമില്ലെന്നു, ഇപ്പൊ തരാനുള്ള കാശ് തരാതിരിക്കാനാണ് എന്ത് ചെയ്യണത്. ഒരു നാരങ്ങവെള്ളം മേടിച്ചു കൊടുത്താലേ, നാരങ്ങവെള്ളം മേടിച്ചിട്ട് കാശ് കൊടുത്തേക്ക്, നീ മറ്റേ സീറ്റ് നീ എടുത്തു ഏത്, കാരണം കുഴപ്പമില്ലല്ല, അല്ലാതെ ഇതിലൊന്നും ഒരു കഥയില്ല. എന്റെ പൊന്ന് ദേവൻജി, താങ്കളെ വെറുതെ ആളുകൾക്ക് ഈ കൊടുത്ത് എന്ത് ചെയ്യണേ, പിരികേറ്റ് വീടാണ്. പക്ഷെ ആ മനുഷ്യനോട് ശരിക്കും സഹതാപമാണ് ഇപ്പൊ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ചില ദൗർബല്യങ്ങളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും അത്. ഇപ്പൊ ജി സുധാകരൻ, പുള്ളി രാഷ്ട്രീയ പ്രവർത്തനം കുഴപ്പമില്ല, പക്ഷെ പുള്ളിക്ക് ഒരു ചെറിയ ദൗർബല്യം ഉണ്ട്. എന്താണെന്നറിയാം, കവിത എഴുതണം പുള്ളി. പൂച്ചക്കുട്ടി, കാക്കക്കുട്ടി, മയിലക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതിയിട്ട് എന്ത് ചെയ്ത് ഇതെന്റെ കവിത വായിക്കും എന്നൊക്കെ പറഞ്ഞാൽ
അത് വായിക്കണം. അവിടെ വന്നവൻ ശരിക്കും പറഞ്ഞാൽ ബുക്ക് മേടിച്ചത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണേ. അപ്പൊ അതുപോലെ ഈ ശരിക്കും പറഞ്ഞാൽ മറ്റേ പോലീസുകാരൻ്റെ അതേ അവസ്ഥയാണ് ദേവൻ എവിടെ ചെന്നാലും. കാരണം ആവേശ കമ്മിറ്റിയാണ്. അപ്പൊ തന്നെ ഇത് ശരിയാക്കണം, അത് ശരിയാക്കണം. ഇനിയിപ്പോ ടി വിക്ക് എന്റെ കണ്ടീഷൻസ് ഉള്ള അവർ അംഗീകരിച്ചാൽ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും. അതില് BJP ചേർക്കാൻ അമിത്ഷാ വന്നതുപോലെ ഇവിടെ TVക്കുള്ള വിജയ് നേരിട്ട് വന്ന് ഇങ്ങനെ മഞ്ചലിൽ എഴുന്നള്ളിച്ചിട്ട് വിജയ് നേരിട്ട് അല്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവർ ചെയ്യും. പക്ഷെ ഇയാളെ കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ അവര് തട്ടും. ഇപ്പൊ BJP തന്നെ എത്ര പേര്, ജേക്കബ് തോമസ് ഇപ്പൊ എവിടെ ഇരിക്കണം, ഈ ശ്രീധരൻ എവിടെ ഇരിക്കണം, ഈ പറയുന്ന ശ്രീലേഖ IPS. BJPക്ക് ശരിക്കും എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർക്ക് ഇച്ചിരി ഉള്ളവരെ വേണ്ടാ തോന്നുന്നു. അല്ല എല്ലാവരെയും അല്ല ബുദ്ധിക്ക് ഒന്ന് ഉള്ളവരെയും പിന്നെ മര്യാദക്കാരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏതൊരു പ്രസ്ഥാനത്തിലും തലയ്ക്കൊക്കെ ഇച്ചിരി ആൾത്താമസം ഉണ്ടെങ്കിൽ പിന്നെ അവരങ്ങ് തട്ടിയേക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പൊ VM സുധീനൊക്കെ തന്നെ വരുമ്പോ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല. കാരണം ഇവനൊക്കെ എങ്ങനെയും അന്നം മുടക്കാൻ വേണ്ടിയിട്ട് വന്ന അലവലാതിയാണെന്നുള്ള കണ്ടീഷനിലാണ് എന്ത് ചെയ്ത് മനസ്സിലായി. അല്ലാതെ ആരാണ് ഇത് എന്ത് ചെയ്ത്? നമ്മുടെ ഇന്നസെന്റ് മറ്റേ കല്യാണറാമിനെ കുരിഞ്ഞു നിൽക്കുമ്പോ ഒരു സ്പയ്യൻ തുറന്നു പറഞ്ഞാലേ നമ്മളൊക്കെ ഈ ഗവൺമെന്റ് ഏറ്റവും ആദ്യം മറ്റേ പല ജോലികൾക്കൊക്കെ കയറുമ്പോ ഗവൺമെന്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കുണ്ടായി നമ്മൾ വല്ല മര്യാദക്കാരനാണ് ഡീസൻ്റാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് റെസ്പെക്ട് തോന്നുന്നില്ല. അവർക്ക് നേരെ തിരിച്ചു വന്നിട്ട് ഇവരെന്തൊരു പൊട്ടനാണ്, ഉള്ള കാശ് സമയത്തിന് മേടിക്കാതെ ഈ നാടാറ്റം നന്നാവുക എന്നാണ് എന്ത് ചെയ്യണത്. അപ്പൊ അതേപോലെ ദേവൻജി പാവ ഇനി എനിക്ക് തോന്നണ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പുള്ളി കുറെ റീലും മറ്റേ 25 ബൈക്കും ആ ബൈക്കിന്റെ കാശും പുള്ളി കയ്യിൽ നിന്ന് കൊടുക്കണേത് പെട്രോൾ കാശ് പ്ലസ് എന്ത് എല്ലാം കൊടുക്കേണ്ടി വരും. ഇനി ഏറ്റവും വലിയ തമാശ നിങ്ങൾക്ക് അറിയും, പുള്ളി കേരള പീപ്പിൾസ് പാർട്ടി തുടങ്ങിയിട്ട് ബൈക്ക് വീലിയിപ്പിച്ച് എന്ത് ചെയ്തേക്കണം, ഫോട്ടോയും ഇത് നോക്കുക. ബൈക്ക് ഒറ്റ ടയറിൽ ഓടിക്കുമ്പോൾ കേരളത്തിലെ ഞങ്ങൾ അങ്ങ് വോട്ട് ചെയ്യുമല്ലോ, ആഹാ കൊള്ളാം, നല്ല നല്ല മുഖ്യമന്ത്രി ആയിരിക്കും. പുള്ളിക്ക് തമിഴ്നാട് നല്ല ബെസ്റ്റ്. തമിഴ്നാടല്ല, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ ഫിലിം. ഞാൻ പറയണത് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ ഈ പണിയൊക്കെ ഞാൻ സത്യമാണ് ഈ വീഡിയോ എടുക്കുന്നത് പുള്ളി കേൾക്കാൻ വേണ്ടിയാണ്. പുള്ളിനെ ഒരൊറ്റ കാര്യം വേണ്ടത്, പുള്ളി തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ഒക്കെ അഭിനയിച്ച് വെട്ടുകൊണ്ട് മരിക്കുന്ന സീന വലിച്ചോ കാശ് കിട്ടും. ഇത്രയുള്ള വാക്കത്തേക്ക് ആയിരിക്കുമല്ലോ, മറ്റേ ചെറിയ ചെറിയ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റേ ബാലയ്യൊക്കെ വന്നത് മറ്റേ ഇങ്ങനെ മറ്റേ മഴുവൊക്കെ ആയിട്ടാണ്. അപ്പൊ അതിനൊക്കെ വെട്ടുകൊണ്ട് എല്ലാവർക്കും പുള്ളിനെ ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ബാലയ്യൊക്കെ ഒന്നും ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റേ എതിരിക്കുന്നവൻ എന്നേക്കാൾ ഗ്ലാമർ ആകുമ്പോ അത് അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെടില്ല. കമലഹാസനൊക്കെ തന്നെ ദേവന്റെ സൗന്ദര്യം ദേവന് പലപ്പോഴും ശാപമായിട്ടുണ്ട്. ഈ സൗന്ദര്യം എനിക്ക് വലിയ ശാപമാണ് ഈശ്വര എന്ന് പറയേണ്ടി വന്നിട്ടുള്ള ബുദ്ധി ഒരു ശാപമല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദൈവം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ആലോചിച്ചു നോക്കി, വല്ല കാര്യമാണ് പുള്ളി. അല്ല ശരിക്കും എനിക്ക് മനുഷ്യനെ കാണുമ്പോ പാവ തോന്നുന്നു കേട്ടോ. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളാണ് എന്റെ ആശയം. ഞാൻ അത് പുള്ളി ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം ഒന്നും എന്ത് ചെയ്തിട്ടില്ല. BJP കണ്ടില്ല, പക്ഷെ TVക്ക് കണ്ടു. ഇനിയിപ്പോ TVക്ക് ചെന്ന് ഇങ്ങനെ തപ്പുമ്പോ അവിടെ ഇല്ല. എന്നിട്ട് പുള്ളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു അമ്പലത്തിന്റെ പരിപാടിയിലെ ക്ഷേത്രത്തെ പറ്റി ഉദ്ഘാടനത്തിൽ തോന്നിട്ടോടെ ഞാൻ BJPയുടെ വൈസ് പ്രസിഡന്റ് താരം രാജിവെക്കുന്നു. അപ്പൊ സത്യത്തിൽ പുള്ളി BJPയുടെ വൈസ് പ്രസിഡന്റ് അല്ല. കാരണം എന്താ പറയാ, പുള്ളിക്കറിയില്ല അത് മാറ്റിയിട്ടുണ്ടായില്ലേ. അതിന്റെ പുള്ളി എന്നെ മാറ്റിയിട്ടാണ് ശ്രീലേഖനെ വെച്ചതെന്ന് എന്റെ പ്രസിഡന്റിലേക്കാണ്. പിന്നെ നീ രാജിവെച്ച പിന്നെ പുള്ളി പറഞ്ഞാൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ BJPയുടെ മറ്റേ പുള്ളിയും കൂടി ഇവിടെ ഇരിക്കേണ്ടത് നേതാവായിട്ട്. പുള്ളി പറഞ്ഞാൽ അയ്യോ ഇങ്ങനെ രാജിവെക്കല്ലേ, ഇങ്ങനെ രാജിവെക്കരുതായിരുന്നു. ഒരാളെ ആ പരിസരത്തേക്ക് അടുപ്പിച്ചിട്ടില്ല പുള്ളിനെ. പുള്ളി 10 തവണ കത്തും കൊടുത്തു എനിക്കുള്ള ജോലി എന്താന്ന് പറയും. ഇവിടെ ഒരു ജോലിയില്ല. കാരണം ജോലിയുള്ളത് എങ്ങനെയാ, പുള്ളി കൂടെ വന്ന് നിന്നാൽ തന്നെ തലവേദനയും ഈ ചില്ലറ അടിച്ചു മാറ്റാൻ. പിന്നെ വെറുതെ ഒരാൾക്ക് ഒരു പോർഷൻ കൊടുക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. എന്ത് പറയും, ഒരു നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ കുറെ കാലമായിട്ട് ഇല്ലാതെ. ശരിക്കും പറഞ്ഞാൽ പുള്ളി വില്ലനിൽ നിന്ന് കോമഡിയിലേക്ക് മാറി എന്ന് മാത്രമേ അവസ്ഥ. ശരിക്കും സുരേഷ് ഗോപി ഒക്കെ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വലിയ റാലിയെ പൊതുസമ്മേളനം ഒന്ന് നടക്കണേ എൻ്റെ ഐശ്വര്യ. പുള്ളി ഇന്ന് പ്രസംഗിക്കണേ ദേവൻ, കുറ്റം പറയുന്നതല്ല, വേദിയിലുള്ള സദസ്സിലുള്ള ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സീരിയസിൽ പറഞ്ഞേ, ഒരു ആയിരക്കണക്കിന് ആളുകൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. അവർ ആ സമയത്ത് കപ്പലണ്ടി കഴിക്കണോ, മറ്റേ ഇപ്പുറത്ത് ഇത് വേണോ, മറ്റേ വെള്ളം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇനി അത് പോട്ടെ,
അപ്പൊ നമ്മൾ വേദിയിലേക്ക് നോക്കും, ഒരാളും ശ്രദ്ധിക്കണ്ട. ആകെ അവിടെ അനങ്ങാതെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുമ്പിൽ വെച്ചേക്കണ പോഡിയവും മൈക്കും മാത്രം. ബാക്കി ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ പറയണൊക്കെ വെറും എന്തൊക്കെയോ പുള്ളി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ത്യ ഉയരത്തിലാണ്, സിംഗപ്പൂർ, മലേഷ്യ, കേരളം അതുപോലെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എന്ത് ചെയ്യണേ. പക്ഷെ BJP നേതാക്കന്മാരും NDA നേതാക്കന്മാർക്കൊക്കെ ആദ്യം തന്നെ മനസ്സിലായി ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും വെച്ചാൽ പുള്ളിനോട് കൃതജ്ഞത പറയാൻ അത് അതിന് തൊട്ട് മുമ്പുള്ള പൊസിഷൻ കൊടുത്താ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിരിഞ്ഞു പൊക്കോളൂന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. പക്ഷെ പുള്ളിയുടെ വിചാരം മൊത്തം എന്താ പറയാ, പുള്ളിയുടെ പാർട്ടി വലിയ പാർട്ടിയാണ്, പുള്ളി സംസാരിക്കുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും. ഇതിലെ മാരാര് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പുള്ളി ചിന്തിക്കണം. മാരാര് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ചക്രവാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, പോട്ടെ, പുള്ളിയുടെ സന്തോഷത്തിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ പുള്ളിക്കൊരു കാര്യമുണ്ട്, പുള്ളിക്ക് മനസ്സിലാകണം, പുള്ളിക്ക് സന്തോഷമാണ് ആർക്ക്, മാരാർക്ക്. പക്ഷെ എന്നിട്ട് എന്നോടൊക്കെ ദേഷ്യമുണ്ട്, അത് പോട്ടെ. അപ്പം പുള്ളി സന്തോഷം കൂടുമ്പോ എന്നിട്ട് പുള്ളി ചക്രവാണി പുള്ളിനോടൊരു വലിയ ബിസിനസ്മാൻ പുള്ളിനെ കാണാൻ വേണ്ടി വന്നു. പുള്ളിയെ കാണാൻ വേണ്ടി വന്ന് പുള്ളിയായിട്ടൊരു 3 മിനിറ്റ് സംസാരിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു വന്നു, ആ ബിസിനസ്മാൻ ആരാണെന്ന് എനിക്കൊന്നും അറിയണം, അയാളെ ചെന്ന് എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഇവനെ കാണണമെന്നില്ല. ആ ബിസിനസ്മാൻ പറയുന്നത് താങ്കൾക്ക് ഭയങ്കര ഐക്യാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഐക്യു കുറവുള്ളവർക്ക് താങ്കൾ പറയുമ്പോഴത്തേക്കും താങ്കൾ ഒരുപാട് വിമർശിക്കപ്പെടാനും കളിയാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അയാൾക്ക് അന്നേ മനസ്സിലായി ഇവനൊരു വിവരവും ഇല്ല, പക്ഷെ ഇവൻ കളിയാക്കപ്പെടും, ഇവൻ വിമർശിക്കപ്പെടും, പക്ഷെ അന്നേരം ഒരു വിഷമം തോന്നണ്ടല്ലോ എന്ന് വെച്ചാൽ എന്ത് ചെയ്താണ് ഐക്യ ലെവൽ ഇന്ത പക്കവിടാ. അല്ല, നമ്മളിപ്പോ ഒരുത്തൻ മറ്റേ പരീക്ഷയിലൊക്കെ തോക്കുമ്പോഴേ ചിലരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ല നമ്മൾ പ്രീഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചി പരീക്ഷയിൽ തോറ്റു. അപ്പൊ അത് 6 പരീക്ഷയിൽ 6ലും തോറ്റു എന്ന് പറഞ്ഞാൽ ദാരുണമായിട്ടുള്ള തോൽവിയാണ്. കാരണം വെച്ചാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ തോൽവിയല്ല, 0. ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പറിന് ഞാൻ മൈനസ് ഉണ്ടാണെന്നൊക്കെയാണ് ഒരു ടീച്ചർ ഒന്ന് പറഞ്ഞിട്ടെ. അപ്പം അങ്ങനെ തോറ്റേക്കാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണ്ടേ, സമാധാനിപ്പിക്കണ്ടേ. അപ്പോൾ തൊട്ട് സൈഡിലുള്ളൊരു പെൺകൊച്ചിരുന്ന് ഇങ്ങനെ പറയുകയാണ്, തോൽവിയാണ് വിജയത്തിൻ്റെ ചവിട്ടുപടി, തോക്കാതെ ഇന്നുവരെ ആരും ജയിച്ചിട്ടില്ല, അപ്പം നമ്മൾ തോറ്റുകൊണ്ടാണ് ജയിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനും ചെന്നിട്ട് ഞാനും ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ കേട്ട് ഞാനിരുന്നിട്ട് ഞാൻ പറയാം, എന്നാലും ഇങ്ങനൊരു തോൽവി ഉണ്ടാ പിന്നെ കാര്യത്തിലാണ് പറഞ്ഞില്ലേ. ആ പെങ്കൊച്ചൊരു 15 മിനിറ്റ് പറഞ്ഞ് കേറ്റി കുഴപ്പമില്ല എന്ന് പറയണ പോലെ ആളുകൾ വെറുതെ എന്തെങ്കിലും പറയും, അല്ലാതെ എന്ത് ചെയ്യൂ. ഇപ്പൊ നമ്മള് സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്ത് വല്ല ഡോക്ടർ ഇതൊന്ന് ശരിക്കും മരണം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ പിറ്റേ ദിവസം അത് പരിഹാരം ഒന്നും കാണൂല. ഇതുപോലെയുള്ള കുറച്ച് പരിഹാരം കാണൂല, തൊട്ടടുത്ത ദിവസം പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്യും, കേസാക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് വെറുതെ തള്ളുക എന്നുള്ളതല്ലാതെ എൻ്റെ പൊന്ന് ദേവൻജി, നിങ്ങൾ ആരൊക്കെയോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയോ പുള്ളിനെ ചെന്ന് കണ്ട് ഈ പ്രിയങ്കയൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ട്, ദേവൻജി വരണം നമുക്കൊരു കലക്കാം. ആ വാക്ക് വിശ്വസിക്കരുത്, ഒരാളെ കുഴി ചാടിച്ചിട്ടിരിക്കുകയാണ്. അല്ല, വേറെ ആരെങ്കിലും പണിയില്ലാത്തൊരുത്തനാണെങ്കിൽ കുഴപ്പമില്ല, പോയിന്ന് വെച്ചിട്ട് മിക്കവാറും അവിടെ നിന്ന് ചായയും ചോറെങ്കിലും കിട്ടും. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഏറ്റവും കുറഞ്ഞതൊരു 30-40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞ, നമുക്കറിയാം അതിൽ കൂടുതൽ കിട്ടുമെന്ന്. അത്രയും കാശ് എവിടെയെങ്കിലും അഭിനയിക്കാൻ പോയാൽ കിട്ടും. ദൈവം സഹായിച്ച് പുള്ളിക്ക് നല്ല ആരോഗ്യം ഉണ്ട് താനും. ഇനി പുള്ളി ഏതെങ്കിലും സീരിയലിൽ അഭിനയിച്ചാൽ പോലും ഒരു പെർ ഡേ എന്ത് കിട്ടും, നല്ല കാശ് കിട്ടും, ഒരു 30,000, 40,000, 50,000 രൂപ കിട്ടും. അപ്പൊ ആ പണി എടുത്താൽ പുള്ളിക്ക് പുള്ളി ആളൊരു മാന്യനാണ്. കാരണം വെച്ചാൽ പുള്ളി അങ്ങനെ വേറെ ആളുകളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവിടെ കുതിയാല് വെട്ടാനോ അല്ലെങ്കിൽ മറ്റേ പുള്ളിക്ക് മറ്റേ കാശടിച്ച് മാറ്റാനോ എന്നുള്ള താല്പര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റേ ഇലക്ഷൻ നടന്ന സമയത്ത് പോലും അദ്ദേഹം നല്ല നീറ്റായിട്ടായിരുന്നു. അല്ല, ഇതുപോലെ ആക്രാന്തക്കാരല്ല, ഏത് ഇപ്പൊ ഈ പാർട്ടി മാറുന്ന ആക്രാന്തക്കാരെ പോലെയല്ല. പിന്നെ സ്ഥാനമാനങ്ങൾ ഏതെങ്കിലും കിട്ടുമെന്നും വിചാരിച്ചിട്ടല്ല. ഇനി അങ്ങനെ വിചാരിച്ചിട്ടാണെങ്കിൽ അതിനൊന്നും വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വപ്നം പോലും അല്ല എന്ന് പറയുമ്പോ എനിക്കൊരു സംശയം. അല്ല, സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളി പാർട്ടിയിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളല്ല, ഞാൻ പറഞ്ഞ മന്ത്രിയോ അല്ലെങ്കിൽ ഇതൊക്കെ അല്ല. ഇനി അതൊക്കെ പുള്ളി പ്രതീക്ഷിക്കണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുള്ളി അത് പ്രതീക്ഷിക്കണം, അതിലേക്ക് വരണമെങ്കിൽ പാർട്ടി വളർത്തണം. അല്ല, പക്ഷെ പുള്ളി അതിലൊക്കെ പ്രതീക്ഷിക്കണമെങ്കിൽ എനിക്ക് പുള്ളിയോട് പറയാനുള്ളത് വെറുതെ വെള്ളം കോരി സമയം കളയണ്ട. വെള്ളം കോരിയവരൊക്കെ വെറുതെ ഇരിക്കുക വീട്ടില്. വെള്ളം കോരി സമയം വർഷങ്ങളോളം വെള്ളം കോരിയവരൊക്കെ ഈ മേഖലയിൽ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് പറയണേ, എന്ത് ചെയ്യണം, വെറുതെ വെള്ളം കോരി സമയം. നന്നാവാൻ താല്പര്യം ഇല്ലാത്തവരെ നന്നാക്കാനായിട്ട് ഇറങ്ങി വരരുത്. അതുകൊണ്ട് താങ്കൾ പോയി സിനിമയിൽ അഭിനയിക്കും, താങ്കളെങ്കിലും നന്നാവും. രാവിലെ വെതാം മിൽക്കും ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ട്. അല്ലാതെ ഈ വിഡ്ഢിവേഷം കെട്ടി TVK ഇപ്പോൾ ഇവിടെ
പേരെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അതെ, ടി വിക്ക് കുറച്ചും കൂടി ഒന്ന് അടുത്ത സ്പൂഫിനുള്ളതായി അവർക്ക്. അത്രേ ഉള്ളൂ. ഇനി മാറാൻ വേറെ പാർട്ടി ഇല്ലെന്നും കൂടി ഒന്ന് ആലോചിക്കും. കേരള പീപ്പിൾസ് പാർട്ടി, നവകേരള പീപ്പിൾസ് പാർട്ടി, അതെ. BJP, ആ പോണ വഴിക്ക് ഒന്ന് കോൺഗ്രസ് ചവിട്ടി. ഈ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ CPM-നൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഭീമൻ്റെക്ക് ചെന്നപ്പോൾ വെറുതെ ആ ചുവന്ന ഇതെടുത്ത് പഠിപ്പിച്ചാൽ താഴെ ചെന്ന് പാട്ടും പാടി പാർട്ടീനെ നാണം കൂടി കെടുത്തിട്ട് പോയി. അത് എണീറ്റ് നിന്ന് നിപ്പ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. വല്ല ആവശ്യമുള്ള കാര്യമാണ്. പ്രസംഗിക്കുമ്പോ എണീറ്റ് നിന്ന് എനിക്ക് ശരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ ഇരിക്കാൻ നമ്മൾ ഈ പറ്റില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രസംഗത്തിന് എന്ത് ചെയ്യും? തിരിച്ചടിക്കൂ. ഇനി അതിന്റെ അടുത്ത പ്രസംഗത്തിന് എന്ത് ചെയ്യും? അവിടെ എണീറ്റ് വെക്കും. എത്ര ദിവസം എഴുന്നേറ്റിരിക്കും? എത്ര ദിവസം? ആ നിപ്പ് സത്യം പറഞ്ഞ അതുപോലൊരു കോമഡി സംഭവം ഞാൻ എന്റെ ലൈഫില്. പിന്നെ ഒരു കാര്യം അല്ല, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുള്ളത്, പിന്നെ പുള്ളി നിന്നിട്ടില്ല. അതെനിക്ക് തോന്നണ എന്താ വെച്ചാൽ മറ്റേ അടുത്തേക്ക് വിളിച്ചിട്ട് പിണറായി വികാരം ചെവിട്ടി പറഞ്ഞില്ല, ഈ വേല പറയണ്ടോ ഇതില്ലേ? അത് മാത്രല്ല, പുള്ളി നിക്കുമ്പോ ദൈവം എന്താ തീരാത്ത എനിക്ക് ഇരിക്കാൻ പറ്റുമോ? പിന്നെ അല്ല, ശരിക്കും പറഞ്ഞ പുള്ളിയുടെ ബാക്കിൽ ഇരിക്കണം പറഞ്ഞ ഇരിക്കടാ റാസ്കൽ എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്താലേ? എനിക്ക് കാണാൻ അല്ലേ? പറ്റില്ല. എനിക്ക് കാണാൻ പറ്റില്ല. ഇരിക്കടാ റാസ്കൽ എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? വല്ല ആവശ്യമുള്ള കാര്യം ഇല്ല, ഞാൻ നിക്കും. എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പ് ഇരിക്കാൻ പറ്റില്ല. അതിന് പുള്ളിയും ഇതുപോലെ ആദ്യം BJP പിന്നെ ആരെ എടുക്കണേ? റോബിൻ, മറ്റേ ഇവര് പിന്നെ അല്ലാത്തത് 2020 വഴി വേറെ എന്താണ് അലന്ന റിക്രൂട്ട്മെന്റ് വേറെ കുറച്ചും കൂടി മോശമുള്ള ആളുകളുണ്ട്. അവർ 2020 റിക്രൂട്ട് ചെയ്യും പഠിക്കാൻ. ഇല്ല, ഞാൻ മാരാര് പറഞ്ഞോളൂ, ഞാൻ BJP-യിലേക്കില്ല, ഞാൻ 2020 എന്തൊക്കെ തമാശ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതിലുള്ള ആകെയുള്ള സങ്കടം എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കോമഡിയായി പതുക്കെ പതുക്കെ മാറുകയാണ് നമ്മുടെ കേരളത്തിൽ. നേരത്തെ ഇതുപോലെ ആയിരുന്നില്ലല്ലോ, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ആള്. ഇപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരു അധപ്പതനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ചേരാണ്ട് പോയവരൊക്കെ രക്ഷപ്പെട്ടു. സത്യത്തിൽ പുള്ളി പ്രാർത്ഥിക്കേണ്ടത്, പുള്ളിനോട് സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഈ കണ്ടീഷൻസ് ഒന്നും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കുത്തുവാളായും പുള്ളി എന്ത് ചെയ്യും? കഞ്ഞൂടി മുട്ടും. അല്ലാതെ ഈ ഇതിനകത്തൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണ പോലെയല്ല. നമ്മൾ മറ്റേ 1ാമത്തത് മുതൽ 19ാമത്തെ പൂഴിക്കിടകനും 20ാമത്തെ ഓടിക്കളയിലും വരെ പഠിച്ചിട്ടേ ഉള്ളു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിൽക്കാൻ. അല്ല, ഈ കടകനൊക്കെ അറിയാവുന്നവരുടെ അവസ്ഥ ഇപ്പൊ കാണുന്നത് കൂടി നല്ലതായിരിക്കും. എന്നിട്ടും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ഇതിനകത്ത് കാലുറപ്പിച്ച് നിൽക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോഴാണ് എന്ത് ചെയ്യണത്? ഇവിടെ നിന്നിട്ട് എനിക്ക് പാർട്ടിയെ നന്നാക്കാൻ നോക്കുന്നത്. പാർട്ടിയല്ല, കേരളത്തെ പുള്ളി എന്ത് ചെയ്യും? ആദ്യം പരശുരാമൻ മഴു എറിഞ്ഞ്, ഇനി 2ാമത്തെ മഴു ദേവൻ എറി. എന്നിട്ട് വേറൊരു പുതിയൊരു കേരളം. പരശുരാമൻ എറിഞ്ഞുണ്ടാക്കിയ കേരളത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകൾ മറ്റേ വീടുകളൊക്കെ ഇങ്ങനെ. മറ്റേത് ഇനി മഴു മറ്റേ ഗംഭീരമായിട്ടുള്ള മറ്റേ സ്വിറ്റ്സർലൻഡ് പൊങ്ങൂരോ മഴു നവകേരളം. എൻ്റെ പൊന്ന് ദേവൻജി, സ്വന്തം കഞ്ഞിൽ സ്വയമായി പാറ്റാൻ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇനി ആ ബൈക്ക് എടുക്കരുത്, ബൈക്കൊന്നും എടുക്കരുത്. ഇനി പുള്ളി സൂപ്പർ ബൈക്കായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോ വരും ടിവിക്ക് അണ്ണൻ സ്റ്റൈലിൽ. പിന്നെ ഇവിടത്തെ ആളുകൾക്കൊന്നും ബോധമില്ല. ഇപ്പൊ ഈ മാരാരൊക്കെ തന്നെ എൻ്റെ ബൈക്ക് ഞാൻ വിറ്റ് ഗതികേട്ടിലായി പോയി എന്നൊക്കെ പറയല്ലേ. പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലുള്ളൊരു സൈക്കിൾ ഞാൻ വിറ്റു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്കൊരു വിഷമം തോന്നും. എൻ്റെ കയ്യിലുള്ള 50,000 1 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റു എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം ചോദിച്ചു. അപ്പോൾ 20 ലക്ഷം രൂപയുടെ ബൈക്ക് ഉണ്ടല്ലോ, അതൊക്കെ അവൻ മേടിക്കാറായല്ലേ. മനസ്സിലായോ? ഐശ്വര്യ വേണമെങ്കിൽ ഇപ്പൊ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു വെക്കാം. നാളെ ഇതിന്റെ താഴെ മുഴുവൻ എല്ലാ കാണാൻ ലേഡീസ് മുഴുവൻ ഐശ്വര്യനെ തെറി വിളിക്കും. ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 24 ഗ്രാമിന്റെ 20 ഗ്രാമുള്ള 4-5 കട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഗതികളോട് കഴിഞ്ഞ ദിവസം വിൽക്കേണ്ടി വന്നു. ഇവിടെ ഒരു പവൻ സ്വർണം മേടിക്കാൻ മനുഷ്യൻ അങ്ങനെയൊക്കെ പറ്റുക. 20 ഗ്രാമിന്റെ 15 സ്വർണ്ണക്കട്ടികൾ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞോണം എന്ത് ചെയ്തു? അല്ലെങ്കിൽ താങ്കളുള്ളല്ലേ 10 ലക്ഷം രൂപ ഡയമണ്ട് നെക്ലേസ് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു? വിറ്റു. പക്ഷെ അത് പറയുമ്പോൾ പോലും ആളുകൾക്കൊരു ഫീലിങ്സ് ഉണ്ടാകും. കാരണം ഇട്ടോണ്ട് കിടന്നതല്ലേ, അവർ ആ ലെവലിൽ ജീവിച്ചിരുന്നാണല്ലോ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെയല്ലല്ലോ, മറ്റേ 20 മറ്റേ ഗ്രാമിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റ് 25 ലാസ്റ്റ് ഞാൻ കഷ്ടപ്പാട് വന്നപ്പോ എന്ത് ചെയ്തു? വിറ്റു. അംബാനിക്കുമില്ലേ കഷ്ടപ്പാട്? മാരാരി ചോദിച്ച പോലെ മനസ്സിലാക്കണ്ടേ? മാരാരല്ല, നമ്മുടെ അദ്ദേഹമാണ് ചോദിച്ചത്, റോബിനാണ് ചോദിച്ചത്. അംബാനിക്കും കഷ്ടപ്പാടില്ലേ? കഷ്ടപ്പാട് വരും സാർ. അല്ല, അംബാനി ഇതുപോലെ മറ്റേ പുള്ളിക്കാരുടെ കാശ് മേടിച്ചിട്ടില്ല. ആര്
വേദലക്ഷ്മിയുടെ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. മറ്റേ എന്താണ് മറ്റേ ഇതൊന്നും മേടിച്ചിട്ടില്ലേ. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കൂ, നിങ്ങൾ വേറെ പണിയായിട്ട് പോകൂ, അല്ലാതെ ഈ രാഷ്ട്രീയത്തിലേക്കൊന്നും വന്ന് ഇവിടെ നാട് നന്നാക്കാമെന്നൊന്നും വിചാരിക്കട്ടെ. പലരും വന്ന് നിങ്ങളാ മറ്റേ കീ കൊടുത്ത് മോട്ടറാക്കി ചാടിക്കാൻ നോക്കും. എൻ്റെ പൊന്ന് ദേവൻജി ചാടൻ. സത്യത്തിൽ എനിക്ക് താങ്കളോട് നല്ല ബഹുമാനമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. താങ്കളുടെ ഒരു ഭാവഹാദികളിലൊക്കെ തന്നെ താങ്കളൊരു പാവം മനുഷ്യനാണെന്നുള്ളൊരു രീതിയുണ്ട്. ലേശം ബുദ്ധിക്കുറവുണ്ടെന്നുള്ളത് തോന്നലുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, അത് കുഴപ്പമില്ല. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഫീൽഡിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷെ താങ്കൾക്ക് അതുകൊണ്ട് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയൊരു ഫീൽഡാണ് സിനിമ. താങ്കൾക്ക് ആവശ്യത്തിന് റെസ്പെക്റ്റ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ എന്ത് ചെയ്താൽ മതി. സത്യം കിട്ടിക്കൊണ്ടിരുന്ന റെസ്പെക്ട് പോകുന്ന വഴി കാണുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. ഇതല്ലേ ഞാൻ മറ്റേ ജീസുദാന്റെ കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും കേട്ടോ. ചില സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ശ്വാസം കിട്ടാണ്ട് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ഭയങ്കര വികാരപരമായിട്ട്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 1000-5000 പേര് ഉള്ളൊരു സദസ്സിൽ ഒരാൾ പോലും ഒരു പ്രസംഗം ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുകളിൽ വന്നു. നമ്മളൊക്കെ ഒരു 50 പേരോട് പ്രസംഗിക്കുമ്പോൾ ശരിയാണ്, ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു 25 പേര് കേട്ടില്ലെങ്കിൽ ഒരു 25 പേര് എന്ത് ചെയ്യുമല്ലോ കേൾക്കും. പോട്ടെ, ഇനി എത്ര പോറും പ്രസംഗം, കൃതജ്ഞതയോ സ്വാഗതമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേ മൈക്കുകാരൻ വന്ന് ഹോളിഡോ എന്ത് പ്രശ്നമാണെങ്കിൽ പോലും, ഔളിങ് ആണെങ്കിൽ പോലും ഒരു 5 പേര് ശ്രദ്ധിക്കൂലേ. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. താങ്കൾ ആ വീഡിയോ കഴിഞ്ഞോന്ന് നോക്കാനെങ്കിലും ഒരാൾ വന്നു. കഴിഞ്ഞോന്നല്ല ഞാൻ പറഞ്ഞു. ഇയാൾ പോലെ തലയിറങ്ങി വീണാൽ പോലും ആരും അറിയില്ല. കാരണം കേട്ടിരുന്നാൽ എന്തെങ്കിലും ഒരു ഒച്ചപ്പാട്. നമ്മളിപ്പോ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോ ഒരു പാട്ട് വെച്ച് ഈ പെട്ടെന്ന് നിൽക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കില്ലേ. ഇത് അതുപോലും ഇല്ല. ചേട്ടൻ പ്രസംഗിക്ക്, പുള്ളിക്ക് മൈക്കും കൊടുത്തിട്ട് പോയേക്കണേ. അവര് വേറെ ഏതോ ലോകം. പുള്ളി ഹാപ്പി അല്ലേ? പുള്ളി ഡബിൾ ഹാപ്പി. അത് മതി നമുക്ക്. അല്ല, പുള്ളിയും കണ്ണൊന്നും, പുള്ളി എനിക്കൂടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് തോന്നാതെ. കാരണം അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്നവര്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഈ മറ്റേ ക്ലോസ്ഡ് റൂമുകളിലൊക്കെ സെമിനാർ എടുക്കുന്നത്. ഞാൻ ഈ ഐസിന്തിലൊക്കെ സെമിനാർ എടുത്തിട്ടുണ്ട്. സെമിനാറൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ ആരെങ്കിലും ഒക്കെ തമ്മിൽ സംസാരിക്കണമെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കാരണം അവരുടെ ദേഷ്യം കാണിക്കാമല്ലോ. പാരൻസോ കുട്ടികളോ അല്ലെങ്കിൽ ബാറ്റുള്ള ആളുകളോ ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യും, കേട്ടിരിക്കണ ആരെങ്കിലും 10 പേര് തമ്മിൽ സംസാരിച്ചാൽ പോലും എനിക്ക് ദേഷ്യം വരും. ഞാൻ അപ്പോൾ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ച് അറ്റൻഷനിലേക്ക് കൊണ്ടുവരും. ഈ പുള്ളി പക്ഷെ അസാമാന്യമായ ക്ഷമയുള്ള ഒരാളാണ്. കാരണം പുള്ളിക്ക് ഒരാളും കേൾക്കണമെന്നൊരു നിർബന്ധം. ഞാൻ ഒറ്റയ്ക്ക് കൊടിയും കുത്തി പ്രസ് ക്ലബിൽ പോവാങ്കിൽ അങ്ങനെ ഞാൻ കണ്ടേക്കണ വേറൊരു പുള്ളിന് മാത്രം. അത് ഞാൻ പറയണില്ല, പേര് പറയണില്ല, വേറൊരു ചാനലിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി കയറിങ്ങ വരും. പുള്ളി ഒരു സംഭാഷണം തുടങ്ങണേ, നമ്മളൊന്നും കേൾക്കണമെന്ന് പുള്ളിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ പറയും. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാമോ പറയണത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മരട് കുണ്ടന്നൂർ വഴി പോണ ബസ്സായിട്ടാണ് അത് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ മരട് കുണ്ടന്നൂർ പോണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വഴിയാണത്. പിന്നെ അതുവഴിയിലേക്ക് പോണേണ്, മനസ്സിലായി. അപ്പൊ പിന്നെ കുണ്ടന്നൂർ കട ജോസേട്ടൻ, അതറിയില്ലേ? ജോസേട്ടന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവും മറ്റേ ഇവിടെയാണെന്ന് പറഞ്ഞ് ഖത്തറിൽ. ശരിക്കും പറഞ്ഞാൽ ഖത്തർ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞോണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ കേൾക്കണമെന്ന് പുള്ളിക്കൊരു നിർബന്ധം. ഒന്നിനും പുള്ളിക്ക് വാശിയില്ല, നിഷ്കളങ്കനാവും. അതെ, എന്തും പുള്ളി എന്ത് ചെയ്യും, ശിശു സഹജമായ. ഈ അതുപോലെ എനിക്ക് ദേവനെ തോന്നിയിട്ടില്ല. കാരണം ദേവന് ഈ 5000 പേരെങ്കിലും ചുറ്റും ആരോടും പിണക്കില്ല, എനിക്ക് നാട് നന്നാക്കിയാൽ മതി. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവൻ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ ഇവരുടെയൊക്കെ ഒരു ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാൻ ഒരു മനസാക്ഷി കുത്തുണ്ടാവും. ദേവൻ ഈ പ്രസംഗം കഴിഞ്ഞ് വന്നേണ്ട, പ്രസംഗം ഒന്നും കേൾക്കാത്ത ഒരാൾ ദേവനോട് പറഞ്ഞേ ഗംഭീര പ്രസംഗം. അദ്ദേഹം കൃതാർത്ഥനായി. ദേവനപ്പ സന്തോഷം. ലോട്ടറി അടിച്ചു, ലഡു പൊട്ടി. അദ്ദേഹം വിഷ്വൽസ് ഒന്നും കാണുന്നില്ലേ? ഞാൻ ഈ ആലുവയിലേക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കും. അപ്പോൾ പ്രസംഗം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുത്തൻ കൈയടിച്ചു. അവിടെ കൈയടി, ഒരാൾ മാത്രം കൈയടിച്ചു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ, നമ്മുടെ ആളുകളൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ആ പയ്യനുണ്ടല്ലോ അവനെ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പുള്ളിയുടെ ചവിട്ടി പറഞ്ഞേ, അവൻ ശ്രദ്ധിച്ചുകൊണ്ടല്ല,
സാറിന്റെ പ്രസംഗവും കൂടി കഴിഞ്ഞിട്ട് വേണം അവൻ ആ മൈക്ക് സെറ്റ് കൊണ്ടുപോകാൻ. അവൻ അതിന് ഹെൽപ്പർ പയ്യനാണെന്ന് പറഞ്ഞു. അവൻ പുള്ളി അവൻ ബംഗാളി വരെ ഇവിടെയുള്ള ഒറീസക്കാരൻ മനസ്സിലായ അവനെ സംബന്ധിച്ചെന്താ വെച്ചാൽ ഇത് കഴിച്ചിട്ട് വേണം അവൻ എന്ത് ചെയ്യാൻ, സാരം കൊണ്ടുപോകാൻ. ഈ അവനിതിന്റെ ഹെൽപ്പറാണ്, വണ്ടി ഓടിക്കുന്ന അവനാണ്. അപ്പൊ ഇവന് പാർട്ട് ടൈം പണിക്ക് വന്നേക്കണം, ഈ വൈകുന്നേരം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവനെ മറ്റേ രാവിലെ പോലെ കൂലിപ്പണിക്ക് പോയിട്ട് അവർ വിളിച്ചിട്ട് വന്നേക്കണം. അപ്പൊ അവനുള്ള കൂലി എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഈ സാധനം എന്ത് ചെയ്യണം, ഇവിടുന്ന് പോണ വരെ നീ നിക്കണമെന്നാണ്. അപ്പൊ അവന്റെ ഏറ്റവും വലിയ സന്തോഷം ഇയാളും കൂടി പ്രസവിച്ച് ചെയ്യാൻ 20,000. അപ്പൊ മൂന്നാമത്തെ ആളാണ്. അപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞിട്ടാ, പുള്ളി എന്നോട് എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞിട്ടാ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ കയറിയപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞേ, രതീഷ് ഇത്ര ക്രൂരനായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞേ, നിങ്ങക്ക് എന്നോടത് പറയാതിരിക്കാൻ പാടില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂരനാണെന്ന് ദേവൻജിക്ക് തോന്നാം. പക്ഷെ ദേവൻജി താങ്കൾക്ക് കുറച്ചുകൂടി വെളിവും ബുദ്ധിയൊക്കെ ദേവൻജി മനസ്സിലാക്കും. അല്ല ഞാൻ പറഞ്ഞ ഓക്കെ, ഇനി എന്താണെങ്കിലും ദേവനണ്ണനാണെങ്കിലും ശരി മനസ്സിലാക്കും. ശരിക്കും താങ്കളോട് ഞാൻ പറയുന്നതാണ് സത്യം. താങ്കൾ ആ മറ്റു വഴി തിരഞ്ഞെടുക്കും. ഇതിലൊക്കെ വന്ന് ഇനി എന്ത് ചെയ്യല്ലേ, നിക്കല്ലേ.